ഒരു മലർ കൊണ്ടു നമ്മളൊരു വസന്തം തീർക്കും, ഒരു തിരി കൊണ്ടു നമ്മളൊരു കാർത്തിക തീർക്കും. പാലവനം ഒരു പാൽ കടലായി അലചാർത്തിടും അനുരാഗമ പൂമാനത്തിൻ താഴെ പാടാം, നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനുരുകും ഗാനം. ഗാനം പാടാം, നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. അപ്പോൾ നമുക്ക് ഉറക്കായിട്ട് പരിചയപ്പെടാം. അറിയാമല്ലോ നമ്മുടെ പത്മകുമാർ അല്ലേ, പേര് പത്മകുമാർ. അജയൻ, ജയകുമാർ, അനീഷ്, ആലപ്പുഴ എന്ന് പ്രത്യേകം പറയണം. ഭാര്യയുടെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താണ്? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അത് തന്നെ തെറ്റൊന്നുമില്ല. നല്ല കുടുംബം, അതാണ് ഇഷ്ടപ്പെട്ടത്. കുടുംബം. അപ്പൊ ഇഷ്ടപ്പെടാത്തത് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ല, ഇഷ്ടക്കേടില്ല. നമുക്ക് ജീവിതം എത്ര വർഷമായി? 2012 ചിങ്ങത്തിൽ. അപ്പം ഇപ്പം 10 അത് കറക്റ്റ് ഓർമ്മയില്ല. അല്ല, 2012. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എൻ്റെ കൂടെ നടക്കുന്ന ഒരാൾ, പിന്നെ ഇല്ല, എനിക്ക് അങ്ങനെ ഉള്ളൊരു ഇതില്ല. അവളെ കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവളെ കണ്ടു ഇഷ്ടപ്പെട്ടു. അതല്ല, നല്ല ഇഷ്ടപ്പെട്ട സ്വഭാവം, ഇന്ന സ്വഭാവം കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാം. അങ്ങനെ ഒരു സ്വഭാവം ഇന്ന കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു ചെന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം ഏതാണ്? അതാണ് ജോബിച്ചേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എൻ്റെ വെള്ളവടി നിർത്തിച്ചു. സമൂഹത്തിന് മൊത്തം കേൾക്കാനുള്ളൊരു കാര്യമാണ് ഇപ്പൊ ഇവിടെ. അങ്ങനല്ല, ഞാൻ പിന്നെ കല്യാണത്തിന് മുമ്പ് നല്ലോണം കഴിക്കുന്ന ഒരാളായിരുന്നു. ആരുടെയോ വാക്ക് കേട്ട് എനിക്കെന്തോ കലക്കി തന്ന് ഇപ്പം ഇത് കലക്കി തന്ന ഭാര്യയാണ്. അപ്പൊ ചോദിക്കണം എന്താണെന്ന് അവള് പറയുന്നത്, എന്താണെന്നറിയാം. ഇനി ഇങ്ങനെയുള്ള ഭാവി ആപ്പം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഇനിയുള്ളവർക്കൊരു പാഠമാവണം. അതെന്റെ അടുത്ത് പറയുന്നില്ല. ശരി. അപ്പൊ അന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ഫലം ഇപ്പൊ എന്തായാലും ഒത്തു. കാരണം അന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇന്ന് അഡീഷണൽ വെള്ളമടി നിർത്തിയത്. അല്ലെ ഇന്നും വെള്ളത്തിൽ കിടക്കൂലായിരുന്നു. അങ്ങനില്ല, എന്നാലും ആമ്പലും വെള്ളം പോലെ പോയത് ഇതിനകത്ത് കിടന്നാണ്. അല്ല, അപ്പോൾ ഈ നമ്മുടെ ഇത്തരം ചോദ്യം ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ജോബിച്ചേട്ടൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ജോബിച്ചേട്ടന് ആദ്യം ചോദിച്ചത് എന്തായിരുന്നു? ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നും അറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് എന്തുവാ നിങ്ങൾ സംസാരിച്ചു? ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് വരണേന്ന് തോന്നി. ഇപ്പൊ വരുമോ അതോ എപ്പോഴാണ് വരുന്നത്? കാരണം താമസിക്കുന്നു. അത്രയ്ക്ക് ഒരു ഇച്ചിരി നേരം പോലും പിരിയാനാവാത്ത അവസ്ഥയാണ്. പിരിയാനാവാത്ത അവസ്ഥയിലല്ല, നമ്മളെ കൂടെ വരണം. അതുകൊണ്ട് ചോദിച്ചതാ. പിരിയരുത് എന്ന് പറയുന്നതായിരിക്കും പറഞ്ഞത്. അതുകൊണ്ട് ചോദിച്ചതാ, ഇപ്പോഴങ്ങനെ വരുമോ? പിന്നെ നിങ്ങൾ ആദ്യം കണ്ടതാണെന്നുള്ളത് പറഞ്ഞു. ഇനി ആദ്യം കണ്ട സിനിമ ഏതാ? ആദ്യം കണ്ട സിനിമ തൊമ്മനും മക്കളും. മമ്മൂട്ടിയുടെ എല്ലാവരും ഇതിലാരാണ് തൊമ്മൻ? തൊമ്മനെന്ന് വെച്ചാൽ ഞാനപ്പോൾ അവിടെ തൊമ്മനായി പോയി സിനിമ കണ്ടിട്ട്. അത് നമ്മുടെ വയനാട് കൽപ്പറ്റയിൽ വെച്ച ആ സിനിമയാണ്. ഇഷ്ടപ്പെട്ട പിന്നെ ഭാര്യയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുന്നതിലൊരു കൈപ്പുണ്യമുണ്ട്. അങ്ങനെയാണ്. പിന്നെ അനീഷ് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോൾ സമയത്തിന് ആളെ കിട്ടൂല. അങ്ങനത്തെ തിരക്കാണ്. അതാണ്
ഇഷ്ടക്കേട്. അത് കുടുംബത്തിൽ നല്ലത് കുടിച്ച് കിടക്കാം. അതെ അത് കുടുംബത്തിന്റെ തിരക്കാണ് തിരക്കാണ്. പിന്നെ രണ്ട് അപ്പോൾ ഞാൻ അജയനോട് ചോദിക്കുകയാണ്, ഏതാണ് ഇഷ്ടപ്പെട്ട സ്വഭാവം? ഇഷ്ടപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് ഇതുവരെയും 27 കൊല്ലമായി വിവാഹം കഴിഞ്ഞു. ഇതുവരെ ഞാൻ എടുക്കുന്ന തീരുമാനത്തിന് എതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. അതാണെങ്കിൽ തന്നെ സൗമ്യമായ രീതിയിൽ അതങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ട സ്വഭാവം. ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭാര്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, എന്നെ കാര്യം നല്ല പൊക്കമുണ്ട്, 6 അടി പൊക്കമുണ്ട്. എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കാരണം എൻ്റെ കഴുത്ത് കൊടുക്കുകയുള്ളൂ. ആ ഒരു ഇഷ്ടക്കേടേ ഉള്ളൂ. അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ ഒരുമിച്ച് കണ്ട സിനിമ? ഒരുമിച്ച് സിനിമ കണ്ടില്ല, കാരണം ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ അവിടെ ഒരു 7 ദിവസം ഉത്സവമായിരുന്നു. ഈ 7 ദിവസം ഉത്സവമായപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ അടുപ്പ് പോഞ്ഞിട്ടില്ല. അടുപ്പ് പോഞ്ഞിട്ട് അത് സത്യമാണ്, കാരണം അവിടെ അന്നദാനവും എല്ലാം ഉണ്ട്. പിന്നെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച ആ അമ്പലനടയിലായിരുന്നു. കാരണം ക്ഷേത്ര പരിസരത്താണ്, അല്ല വീട് പരിസരത്താണ് ക്ഷേത്രം. അതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. കല്യാണ പിറ്റേന്ന് ഉത്സവ പിറ്റേന്ന് ഒരു വാരം പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി കണ്ട സിനിമ അതെന്നിട്ട് ഇപ്പോഴും ഓർമ്മയില്ല, കാരണം വർഷം 27 ആയി. നിൽക്കട്ടെ, ഇനി നോങ്ങളിലേക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ആദ്യം നിങ്ങൾ കണ്ട സിനിമ? കണ്ട സിനിമ തെങ്കാശിപ്പട്ടണം തോന്നുന്നു. എന്തായാലും തെങ്കാശിപ്പട്ടണം ആവാൻ ചാൻസ് ഇല്ല, അതിന് മുമ്പ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. കല്യാണം കഴിഞ്ഞ പക്ഷേ അല്പം താമസിച്ചാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ചിത്ര സിനിമയൊക്കെ ഓടുന്ന ആ സമയമായിരിക്കും. കാരണം എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. 20ാം നൂറ്റാണ്ട് ആ സമയത്ത്. അതെ, 20ാം നൂറ്റാണ്ട് കൂടുന്നു. അപ്പോഴൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട സ്വഭാവം അന്ന് കഴിഞ്ഞ ആ സമയത്ത് വിളിച്ച പറഞ്ഞ കേൾക്കും. പിന്നെ ഇപ്പം ആയപ്പോഴത്തേക്ക് ബുദ്ധിമുട്ട്. വിളിച്ചാൽ കേൾക്കും, വിളിച്ചാൽ വരികയും ചെയ്യും. ഒരു പക്ഷേ വിളിച്ചാൽ അല്ല, വേറെ കാര്യം, വിളിച്ചാൽ കേൾക്കും. പക്ഷേ ആ പിള്ളേ ചേച്ചി അവിടെ നിൽക്കും, പുള്ളി അവിടെ ചെന്നിട്ട് ശരി. അല്ല, അത് മാത്രമല്ല, എൻ്റെ ആൾക്ക് തന്നെ വിളിച്ചാൽ വരും. ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഇഷ്ടപ്പെടാത്തത്, കേൾക്കാതിരുന്നതാണ്. എന്തായിരുന്നു ഇഷ്ടപ്പെടാതിരുന്നത് ഈ പറഞ്ഞ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ കേൾക്കുമായിരുന്നു, ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് കാണണം. എന്തായാലും നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, കൊള്ളാം, നല്ല കാര്യങ്ങൾ. അല്ല, ഞങ്ങളുടെ അഭിപ്രായം എല്ലാം പറഞ്ഞു. ഞങ്ങളുടെ കുടുംബകലം ഉണ്ടാക്കാനാണ് ഇത് ഇട്ടിട്ട് അവര് കേട്ടിട്ട്. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും. അറിയണമല്ലോ എന്താണെന്നല്ല, നിങ്ങളുടെ പൊരുത്തം മനസ്സിരിപ്പ്. പിന്നെ ഇഷ്ടപ്പെട്ട നടനും നടിയും ആരൊക്കെയാണ് നിങ്ങൾക്ക്? നമുക്ക് ലാലേട്ടൻ അല്ലാതെ. ലാലേട്ടൻ ഇവിടെ, മമ്മൂട്ടി ഇവിടെ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല, കാരണം അവർ ചിലപ്പോൾ ഒരു ചാൻസ് തന്നാൽ ചിലപ്പോൾ അതിലായിരിക്കും പിടിച്ചു കയറി പോകും. എന്നാലും അതുകൊണ്ട് ആര് അങ്ങനെ മലയാള സിനിമയിൽ തന്നെ വേണമെന്നില്ല. പിന്നെ സത്യം മോഹൻലാൽ, നടി മഞ്ജു വാര്യർ. ശരി, അവർക്ക് എന്തായിരിക്കും ഇഷ്ടപ്പെട്ടത്? ഓരോരുത്തർക്ക് അറിയാമോ? രഞ്ജനിക്ക് ഇഷ്ടം മോഹൻലാലിനെ തന്നെ. മോഹൻലാൽ തന്നെ. ജയറാമിന് ഇഷ്ടം അല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം തന്നെയാണ്. അത് വേറൊന്നുമില്ല. ആരാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്? ജയറാം, അല്ല മോഹൻലാല്, നടി മഞ്ജു വാര്യർ. അല്ല, ചേച്ചിക്ക്. ശരി, ചോദിച്ചിട്ടില്ല, അറിയില്ല. ഇന്ന് പോയി ചോദിച്ചിട്ട് മിസ് കോൾ അടിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്തായിരിക്കും? അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഞ്ഞി ചോറുമാണ്. എൻ്റെ ഇത് തന്നെ എപ്പോഴും ഇഷ്ടം. പിന്നെ പലഹാരത്തിലോട് തോന്നുകയാണെങ്കിൽ മസാല ദോശ ഇഷ്ടമാണ്. ആർക്ക്? അവക്ക്. പിന്നെ അന്വേഷണമാണെങ്കിലോ? എനിക്ക് രാവിലെ കഞ്ഞിയും ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചോറാണ്. പിന്നെ അല്ല, അവിടെയും പറയട്ടെ, ചോറാണ് ഇഷ്ടം. രണ്ടുപേർക്കും ചോറ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഐറ്റമാണ് കപ്പയും മീൻകറി. കാരണം ഒരു വാഴയില വെട്ടിയിട്ടിട്ട് അതിന് നല്ല കപ്പ വേവിച്ച് അതിൽ കൊണ്ടുവന്ന് ചിരട്ടത്തവി കൊണ്ടൊന്ന് കുഴിച്ച് മീൻകറി കോരി അതിൽ വെച്ച് രണ്ടും കൂടെ 2 സൈഡിൽ ഇരുന്നും കൊണ്ട് തിന്ന് ഒരു ചെറിയ കട്ടൻ ചായയും കൂടെ കുടിക്കുന്നതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കേട്ടപ്പോ എന്തോ വായ കൂടെ കപ്പലോടുന്നു. ഒരു ദോശക്കാര്യം പറയണം. കാപ്പി ഏതായാലും ദോശയാണ്.
ചോറ് ഇഷ്ടമാണ് പിന്നെ അതൊക്കെയോ അതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് കിടന്നില്ല എന്ത് കഴിക്കും എന്നാലും ഏറ്റവും ഇഷ്ടം ചോറ് തന്നെയാണ് അവർക്ക് കഞ്ഞി കഴിക്കാൻ എനിക്ക് കഞ്ഞി ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ചോറ് കഞ്ഞി ഇപ്പൊ ലജ്ജയുടെ കൂടി പിന്നെ കഞ്ഞിയായി. അപ്പൊ എന്തോ ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ അങ്ങ് ചോദിച്ചോ. അല്ല ചോദിച്ചേട്ടൻ ചോദിച്ചു. അല്ല അല്ല അജയൻ ചേട്ടൻ ചോദിക്കും. എന്താ ചേട്ടൻ ചോദിച്ചാൽ എന്തോ അപ്പൊ ഞാൻ തന്നെ ചോദിക്കാം. ഇപ്പൊ ഞാനും ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വൈഫിന് കൊടുക്കുന്നുണ്ട്, വൈഫ് എനിക്ക് തരുന്നുണ്ട്. അനീഷ് വൈഫിന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഫുഡ് ഇഷ്ടം, അത് വൈഫ് അനീഷിന് ഉണ്ടാക്കി തരുന്നതാണ് ഇഷ്ടം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിക്കനും ബീഫും ഒഴികെ ബാക്കി എന്തും ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഏത് മീനാണെങ്കിലും ഞാൻ കറി വെച്ച് സ്വയം കഴിച്ച് ആത്മനിർവൃതി കൂടുന്ന ഞാൻ പറയട്ടെ ആ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും കഴിക്കും. പിന്നെ ഇന്നേ വരെ ഞാൻ വെച്ച ഭക്ഷണം മോശമാണ് ഇന്നേ വരെ അവിടെ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ രഞ്ജിനിക്ക് ഇച്ചിരി കൈപ്പുണ്യം ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ അമ്പലം വെള്ളം പോലെ പോണത്. അല്ല ഇത് പാചകമാണോ അതോ വെറും പാചകമാണോ? അല്ലല്ല, രഞ്ജിനിക്ക് പാചകം ഇച്ചിരി നല്ല ഇതുണ്ട്. പിന്നെ എന്ത് വെച്ചാലും കഴിക്കാം, അത് സാധുവോട് തന്നെ കഴിക്കാം, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാനും പണ്ട് മുതലേ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ജോലിയെല്ലാം ഞാൻ കൊച്ചിലെ മുതലേ ഞാൻ ചെയ്തുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിന് എനിക്ക് യാതൊരു മടിയും. എനിക്ക് അവൾ പാചകം ചെയ്ത് തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ ഞാനിപ്പോൾ അവർക്ക് എന്തെങ്കിലും തിരക്കുള്ള സമയമാണെങ്കിൽ അത്യാവശ്യം ദോശ ചൂടും, പിന്നെ ചായയൊക്കെ ഇടും. പിന്നെ എവിടെയെങ്കിലും ടൂർ പോവുക അങ്ങനെയാണെങ്കിൽ കുട്ടികളെ ഞാനാണ് നോക്കുന്നത്. അവിടെ ദോശ ചൂടലും ചായ ഇട്ട് കൊടുക്കലൊക്കെ എൻ്റെ പണിയുള്ളൂ. ചോദ്യതാണ് പത്മകുമാറിന് ലതകുമാരിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഭാര്യ പത്മകുമാറിന് ഉണ്ടാക്കി തരുന്നതാണ് ഏറ്റവും കൂടുതൽ. കടുക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉലുവ എടുത്തുകൊണ്ടിരുന്ന പാചകം ഇപ്പം എല്ലാം അറിയാം, പാചകം അറിയാം, അറിയാറ് പാചകം ചെയ്യും ചേച്ചി പഠിപ്പിച്ചു. അപ്പം ഈ പറഞ്ഞ ജോബിച്ചേട്ടനും കൂടെ ചോദിച്ചിട്ട് ഒരു മിനിറ്റ് ജോബിച്ചേട്ടനും കൂടെ ചോദിക്കട്ടെ. ജോബിച്ചേട്ടൻ്റെ ഇഷ്ടം തന്നെ എന്താ ഇഷ്ടം? ഇപ്പം നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ പാചകങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അത് നമ്മൾ കണ്ടു. അത് പക്ഷെ അത് അങ്ങനെ പറയാം, അത് നല്ല സപ്പോർട്ടായിരുന്നു. ഞാനും കണ്ടതാ പാചകം, അത് നല്ല സപ്പോർട്ട്. ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. ശരി, എന്നാൽ എനിക്കും അവൾക്കും അവളുണ്ടാക്കി തന്നെയാണ് ഇഷ്ടം. ശരി, പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് അവർക്ക് എങ്ങനെയാണെന്നൊന്ന് അറിയണമല്ലോ. അവരോട് തന്നെ ചോദിക്കണം. എന്താ പറയുന്നത്? അതെ, അത് കൃത്യമായിട്ട് അവരോട് ചോദിക്കണം. അപ്പൊ ഇതിന്റെ കള്ളത്തിൽ അറിയാലോ. പാചകം ഞാനും ചെയ്യും. ഇപ്പം നേരത്തെ പറഞ്ഞ് ചെയ്യില്ല. പാചകത്തിന്റെ മുമ്പ് എനിക്ക് കുറെ അറിയാമായിരുന്നു. ഇതിന് മുമ്പ് പറഞ്ഞത് അവളെല്ലാം ചെയ്യും. ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് കൂടെ ചോദിക്കും. അല്ല, കുറച്ച് പാചകം ഞാൻ ചെയ്യും. അതല്ലേ ഞാൻ പറഞ്ഞേ, ചേച്ചി ഇപ്പം ചെയ്യിപ്പിച്ചു. ചേച്ചി ഇപ്പം ചുമ്മാ ചെയ്യിപ്പിച്ചു. അവരോട് ചോദിക്കുന്ന സത്യം ഞാനൊരു കാര്യം പറയട്ടെ, ഇവര് തമ്മിൽ ഇനി അടി കൂടുമോ എന്നുള്ള ഒരു സംശയം. അടി കൂടത്തില്ല, ഇവിടെ വെച്ച് കൂടത്തില്ല, ഇവിടെ വെച്ച് കൂടത്തില്ല. അതിന് ഉത്തരവാദി ജോബിച്ചേട്ടനാണെങ്കിൽ. പക്ഷെ അതിന് മാത്രമല്ല, പ്രേക്ഷകർ അറിയാൻ അല്ലല്ല, അത് മാത്രമല്ല, നമ്മുടെ കുടുംബവും കൂടെ ഇതായ്മ പൂർണ്ണ ഉത്തരവാദിത്വം ജോബിച്ചേട്ടൻ. അതുകൊണ്ട് ഞാനൊരു കാര്യമുണ്ട്, ഞാനിങ്ങ് വരും. അതിന്റെ മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട്. കുടുംബ കലഹത്തിന്റെ ആള് ചേട്ടൻ എന്നാണ് പരീക്ഷ പറഞ്ഞു വരുന്നത്.